സ്റ്റുഡൻറ്റിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ +1 ഫിസിക്സിലെ 5ാമത്തെ ചാപ്റ്റർ ലോസ് ഓഫ് മോഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലുള്ള ഫോക്കസ് ചെയ്ത ടോപ്പിക്കാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡീൽ ചെയ്യാൻ പോകുന്നത്. സോ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചാപ്റ്റർ ആണ്. നമ്മുടെ എല്ലാ പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ് ബാങ്കിങ് ഓഫ് റോഡ് എന്നൊക്കെ പറയുന്നത്. അതെല്ലാം ഈ ചാപ്റ്ററിലാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത്. സോ വൃത്തിയായിട്ട് മനസ്സിലാക്കി പഠിക്കാം. സോ ആദ്യം ഇനീഷ്യലി ഞാൻ ഇതിനകത്തുള്ള ഫോക്കസ് ഏരിയ ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ന്യൂട്ടൺ സെക്കൻഡ് ലോ. അതെന്താണ്, അതിൻ്റെ ഒരു കുഞ്ഞു ഡെറിവേഷൻ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. അടുത്ത ഇമ്പൾസ് എന്താണ്, ഇമ്പൾസിന്റെ നമ്മുടെ എക്സാമ്പിൾസ് എന്തൊക്കെയാണ്, ഇമ്പൾസിന്റെ അപ്ലിക്കേഷൻസ് എങ്ങനെയാണെന്നുള്ള കാര്യം പഠിക്കാനുണ്ട്. അടുത്തെന്ന് പറയുന്നത് ഫ്രിക്ഷൻ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. സോ ഫ്രിക്ഷനും അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് നമുക്ക് പഠിക്കാനുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന ഒരു ഡെറിവേഷൻ ആണ്. ആ ഡെറിവേഷൻ പ്രോപ്പർലി മനസ്സിലാക്കിയിരിക്കണം. അടുത്തതാണ് സർക്കുലർ മോഷനിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ബാങ്കിങ് ഓഫ് റോഡ്. സോ ഇതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നിന്ന് വരാവുന്ന ഫോക്കസ് ഏരിയ ടോപ്പിക്സ് എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ബാങ്കിങ് ഓഫ് റോഡ് തന്നെയാണ്, മറക്കരുത്. ഓക്കെ, നമുക്ക് ഫസ്റ്റ് ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കടക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിലുള്ള വീഡിയോ കണ്ടന്റുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ഫ്രണ്ട്സിന് ഉറപ്പായും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ക്ലിയർ? സോ ഒന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കാണ് ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുന്നത്, ന്യൂട്ടൺസിന്റെ ലോ. സോ ന്യൂട്ടന്റെ 3 ലോസ് ഉണ്ട്, നമുക്ക് എല്ലാവർക്കും അറിയാം. ചെറിയ ക്ലാസ് മുതൽ നമ്മൾ പഠിക്കാൻ തുടങ്ങിയാണ്. തേർഡ് ലോ എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ അറിയുന്ന ഒരു ലോ ആണ്. ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇത് എല്ലാവർക്കും അറിയുന്ന ലോ ആണ്. പക്ഷെ സെക്കൻഡ് ലോ നിങ്ങൾക്ക് ചിലപ്പോൾ അത്രയ്ക്ക് ഫെമിലിയർ ആവണമെന്നില്ല. പക്ഷെ അതേപോലെ തന്നെ വളരെ എളുപ്പമുള്ള ഒരു ലോ ആണ്. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ അപ്ലൈഡ് എക്സ്റ്റേണൽ ഫോഴ്സ്. നമ്മൾ പുറമേ നിന്ന് കൊടുക്കുന്ന ഫോഴ്സ് എന്തിന് പ്രപ്പോർഷണൽ ആണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിന് പ്രപ്പോർഷണൽ ആണ്. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോ എന്ന് പറയുക. അതിന്റെ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. ഇറ്റ് ആക്ട് ടുവേർഡ്സ് ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്, അത് അല്ലെങ്കിൽ ഇറ്റ് ടേക്ക് പ്ലേസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് ഫോഴ്സ്. ഞാൻ പ്രോപ്പർ ഡെഫിനിഷൻ നമ്മുടെ വീഡിയോയിൽ തന്നെ ഞാൻ താഴെ എഴുതി കാണിക്കുന്നു എന്ന് വിചാരിക്കുന്നു. കാരണം എന്ന് വെച്ചാൽ ലോ ആകുമ്പോൾ ലോ പോലെ തന്നെ പഠിക്കണം, അല്ലാതെ നമ്മുടെ ഓൺ വേർഡ്സിൽ നമുക്ക് എഴുതാൻ പറ്റില്ല. ഞാൻ അതിന്റെ കൺസോൾട്ടേറ്റഡ് മീനിങ് പറഞ്ഞുതരാം. അതായത് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ഫോഴ്സിന്റെ അതേ ഡയറക്ഷനിലാണ് ആക്ട് ചെയ്യും. ഓക്കെ, അതേപോലെ തന്നെ ഫോഴ്സിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് ഫോഴ്സിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആണ്. സോ ഡെറിവേഷനിലോട്ട് കടക്കുമ്പോൾ ഫോഴ്സിന് നമുക്ക് എഫ് എന്ന് കൊടുക്കാം. എല്ലാവർക്കും അറിയാം, ഫോഴ്സിന് നമ്മൾ എഫ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. മൊമെന്റം എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് പി ഉപയോഗിച്ചിട്ടാണ് മൊമെന്റത്തിനെ ഡിനോട്ട് ചെയ്യുക. സോ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റത്തിനെ നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യും. ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് ഡിനോട്ട് ചെയ്യാം. സോ ഫോഴ്സ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം. പി മീൻസ് മൊമെന്റം. സോ അതിന്റെ റേറ്റ് എന്ന് നമ്മൾ എപ്പോഴും പറയുന്നത് എന്തിനെ അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും? സമയത്തിന് അടിസ്ഥാനമാക്കിയിട്ടായിരിക്കും. നമ്മളെപ്പോഴും റേറ്റ് ഓഫ് വർക്ക് ഡൺ എന്ന് പറഞ്ഞു വെച്ചാൽ വർക്ക് ഡിവൈഡ് ബൈ ടൈം അല്ലേ. സെയിം വേ റേറ്റ് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞാൽ ഡെൽറ്റ പി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി ആണ്. വൃത്തിയായി മനസ്സിലാക്കാം. അപ്പൊ അടുത്തത് പി എന്ന് പറഞ്ഞാൽ എന്താണ്? പി മൊമെന്റം ആണ്. സോ മൊമെന്റത്തിന്റെ ഇക്വേഷൻ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. മൊമെന്റം ഈക്വൽ ടു മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് മൊമെന്റത്തിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ഫോഴ്സ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ഡെൽറ്റ. പിക്ക് പകരം എന്ത് എഴുതാം? എം വി എന്ന് എഴുതാം ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. എം വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്കറിയാം, നമുക്കൊരു ഒബ്ജക്റ്റോ അല്ലെങ്കിൽ എന്ത് സാധനമാണെങ്കിലും അത് മൂവ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഫോഴ്സ് കൊടുക്കുമ്പോൾ അതിന്റെ മാസിന് എന്തെങ്കിലും മാറ്റം വരും? ഒരു സാധനത്തിലോട്ട് ഞാനൊരു ബുക്കിലോട്ട് കുറച്ച് ഒരു ഫോഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ബുക്കിന്റെ മാസിൽ എന്തെങ്കിലും മാറ്റം വരുമോ? മാസിൽ ഒരു മാറ്റവും വരില്ല. ബിക്കോസ് എന്താണ്? മാസ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. എം റിമൈൻസ് കോൺസ്റ്റന്റ്. എം എപ്പോഴും കോൺസ്റ്റന്റ്, അല്ലെങ്കിൽ മാസ്, ഒരു ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇപ്പൊ ഞാൻ ഇവിടെ എർത്തിൽ എൻ്റെ ഒരു മാസാണ്, എന്റെ മാസ് ഇപ്പോൾ 50 കിലോഗ്രാം ആണെന്ന് വെക്കുക. സോ ഞാൻ മൂണിൽ പോയി നോക്കിയാലും എന്റെ മാസ് സെയിം ആയിരിക്കും, എന്റെ വെയിറ്റ് ആണ് മാറുക. കാരണം വെയിറ്റ് എന്തിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും? ആക്സിലറേഷൻ ടു ഗ്രാവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മാസ് ഇൻഡിപെൻഡന്റ് ആണ്, അത് എല്ലാവരുടെയും കോൺസ്റ്റന്റ് ആയിരിക്കും. സെയിം വേ എം കോൺസ്റ്റന്റ് ആണ്. സോ എമ്മിന് നമുക്ക് പുറത്തെടുക്കാലോ. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. എം ഇൻറ്റു ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. ക്ലിയർ? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി, വെലോസിറ്റി ബൈ ടൈം അല്ലെങ്കിൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. നമുക്കറിയാം എന്താണ്, നമ്മൾ മോഷൻ ഒക്കെ പഠിച്ചാണ്. സോ ഡെൽറ്റ വി ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയുന്ന ചാപ്റ്റർ നമ്മൾ പഠിച്ചാണ്. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ. എഫ് ഈസ് പ്രൊപ്പോർഷണൽ ടു എം ഇൻറ്റു എ. നമുക്ക് ഈ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഒരു കോൺസ്റ്റന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എഫ് ഈക്വൽ ടു കെ എം എ. ഈ കെ എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രൊപ്പോർഷണാലിറ്റി മാറ്റാൻ വേണ്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് ആണ് കെ എന്ന് പറയുന്നത് കേട്ടോ. ഇനി കെയുടെ വാല്യൂ 1 ആണ്.
കെയുടെ വാല്യൂ 1. എല്ലാവർക്കും ഇപ്പോൾ ഒരു സംശയം തോന്നിക്കാണും, അതായത് എന്തുകൊണ്ടാണ് കെയുടെ വാല്യൂ 1 എന്ന് പറയുന്ന ഡൗട്ട് ഇപ്പൊ എല്ലാവർക്കും തോന്നിക്കാണും. അപ്പൊ പറഞ്ഞു തരാം എന്തുകൊണ്ടാണ് കെയുടെ വാല്യൂ 1 എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള എഫിന്റെ വാല്യൂ 1 ആണ്, അതായത് യൂണിറ്റ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. എഫിന്റെ വാല്യൂ 1 ന്യൂട്ടൺ ആയിരിക്കും, അതായത് യൂണിറ്റ് ഫോഴ്സ് എന്നാണ് നമ്മൾ ഇതിനെ പറയാം. അതായത് എന്താണ് യൂണിറ്റ് ഫോഴ്സ് എന്ന് പറഞ്ഞു വെച്ചാൽ ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ബോഡിനെ 1 m/s² ആയിട്ട് ആക്സിലറേറ്റ് ചെയ്യാൻ ആവശ്യമുള്ള ഫോഴ്സിനെയാണ് നമ്മൾ യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞുതരാം, ഒരു യൂണിറ്റ് മാസ് ഉള്ള ഒരു ഒബ്ജക്റ്റിനെ 1 m/s² ആക്സിലറേറ്റ് ചെയ്യാൻ നമുക്ക് ആവശ്യമുള്ള ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ, യൂണിറ്റ് ഫോഴ്സ് എന്ന് പറയാ. സോ എഫിന്റെ വാല്യൂ 1 ആണ്, അതുപോലെ തന്നെ എന്റെ വാല്യൂ 1 ആണ്, എമ്മിന്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ എന്ത് നമുക്ക് പറയാം, കെയുടെ വാല്യൂ 1 ആയിരിക്കില്ലേ? എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. സോ 1 = k × 1 × 1. സോ എന്ത് പറയാം, k = 1 എന്ന് നമുക്ക് പറയാലോ. കെയുടെ വാല്യൂ 1 ആണ്, നമുക്ക് മനസ്സിലായി. ക്ലിയർ? ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ കെയുടെ വാല്യൂ 1 കിട്ടിയാൽ നമുക്ക് ഇതിനിപ്പോ ഇക്വേഷൻ 1 ആയിട്ട് എടുക്കാം, ഇതിന് ഇക്വേഷൻ 2 ആയിട്ട് എടുക്കാം. അപ്പൊ സബ്സ്റ്റിറ്റ്യൂട്ടിങ് 2 in 1 നമുക്ക് കിട്ടിയ രണ്ടാമത്തെ വാല്യൂ, അതായത് കെയുടെ വാല്യൂ എടുത്ത് നമ്മൾ ഒന്നാമത്തെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. therefore force equal to mass into acceleration എന്ന് പറയും. force equal to mass into acceleration എന്ന് പറയും. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോന്റെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയ ഡെറിവേഷൻ ആണ് ഇത്. ഇത് മറക്കരുത്. ഇതിനെ യൂണിറ്റ് ഫോഴ്സ് എന്നാണ് പറയുക. F = 1 ന്യൂട്ടൺ എന്ന് പറയുന്നത് യൂണിറ്റ് ഫോഴ്സ് ആണ്. ആ കണ്ടീഷനിലാണ് കെയുടെ വാല്യൂ എത്രയാവുന്നത്, 1 ആവുന്നത്. വളരെ ഇമ്പോർട്ടന്റ്. അപ്പൊ അടുത്തൊരു കാര്യം, ഇതോടുകൂടി തന്നെ നിങ്ങൾക്ക് പഠിക്കേണ്ട നെക്സ്റ്റ് ഒരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോ ഫോഴ്സ് ഒന്നും കൊടുത്തില്ല എന്നിരിക്കട്ടെ, അതായത് F = 0 ആണെന്നിരിക്കട്ടെ. അതായത് നമ്മൾ പുറമേ നിന്ന് എക്സ്റ്റേണലി നമ്മൾ ഒരു ഫോഴ്സും നമ്മൾ ഈ പറയുന്ന സിസ്റ്റത്തിലോട്ട് നമ്മൾ അപ്ലൈ ചെയ്തില്ല എന്നിരിക്കട്ടെ. അപ്പൊ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞു വെച്ചാൽ നമ്മുടെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. അതായത് മൊമെന്റത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. മൊമെന്റത്തിൽ മാറ്റം ഇല്ലാത്ത കണ്ടീഷൻ എന്തായിരിക്കും, P = mv അല്ലേ. സോ P = mv = കോൺസ്റ്റന്റ്, അതായത് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. മൊമെന്റത്തിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. അപ്പൊ ഏത് കണ്ടീഷനിലാണ് മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കാം, നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് 0 ആണെങ്കിൽ. ഇത് അടുത്തൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ, ഇങ്ങനെ തന്നെ പഠിക്കണം. നമ്മളിവിടെ ഒരു ഫോഴ്സ് കൊടുത്താലാണ് മൊമെന്റത്തിൽ മാറ്റം വരിക എന്ന് പഠിച്ചു. ഇവിടെ നമ്മൾ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ, അതായത് എക്സ്റ്റേണലി നമ്മളൊരു സാധനത്തിൽ ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അവിടെ മൊമെന്റത്തിൽ ഒരു മാറ്റം വരില്ല. സോ മൊമെന്റം റിമൈൻസ് കോൺസ്റ്റന്റ്. ഇതാണ് നമ്മുടെ ന്യൂട്ടൺ സെക്കൻഡ് ലോയിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. നമ്മളുടെ രണ്ടാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് ആണ് ഇമ്പൾസ് എന്ന് പറയും. ഇമ്പൾസ് ഇതൊരു 2 മാർക്കിനെല്ലാം പരീക്ഷകളിൽ കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. വാട്ട് ഈസ് ഇമ്പൾസ്, അല്ലെങ്കിൽ അതിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ പല പരീക്ഷകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. സോ ഇത് നമുക്ക് മോസ്റ്റ് പ്രോബബ്ലി തിയറി ആയിട്ടാണ് ഇതിൽ നിന്ന് ചോദിക്കുക. ഇതിന്റെ പ്രോബ്ലംസ് വരാൻ സാധ്യത കുറവാണ്. സോ ഇമ്പൾസ് എന്താണെന്ന് പറഞ്ഞുതരാം. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. വലിയൊരു ഫോഴ്സ് ചെറിയൊരു സമയത്തിന് ആക്ട് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയാ, ഇമ്പൾസ് എന്ന് പറയുന്നത്. ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ഒരു അടി കൊടുക്കുന്നത് ഒരു ഇമ്പൾസിന് എക്സാമ്പിൾ ആണ്. കാരണം ഞാൻ നല്ലൊരു ഫോഴ്സ് ചെറിയൊരു സമയത്തിനാണ് അടിക്കുന്നത് അല്ലെ, അടിച്ചിട്ട് നമ്മൾ കവിളിൽ അങ്ങനെ വെക്കും ഇല്ലല്ലോ, അടിച്ചതിന് ശേഷം നമ്മൾ എടുക്കും അല്ലെ. അപ്പൊ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ് ഈസ് നോൺ ആസ് ഇമ്പൾസ് എന്ന് പറയും. മറ്റൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമരിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ആണി അടിക്കുന്നത് കണ്ടില്ലേ. സോ ആണി അടിക്കുന്നതും അതുപോലെ തന്നെ ഹാമർ വെച്ചിട്ട് നമ്മൾ ലാർജ് ഫോഴ്സ് ഒരു ചെറിയ സമയത്തിന് കൊടുക്കുന്നത് ഇമ്പൾസിന് ഉദാഹരണമാണ്. സോ ഇമ്പൾസിന് നമുക്ക് എങ്ങനെ എഴുതാം, സോ ഇമ്പൾസ് ഞാൻ ഉദാഹരണം ഐ ആണ് വിളിക്കുക. ഐ ഇമ്പൾസിന് ഐ എന്ന് റെപ്രസെന്റ്, ഐ = ലാർജ് ഫോഴ്സ്. സോ ഫോഴ്സിന് F ആണ്, F × Δt. I = ഫോഴ്സ് × Δt. ഫോഴ്സിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. ടൈമിന്റെ യൂണിറ്റ് സെക്കൻഡ് ആണ്. സോ ഇമ്പൾസിന്റെ യൂണിറ്റ് ന്യൂട്ടൺ സെക്കൻഡ്സ് എന്നാണ് പറയുന്നത്. ഇമ്പൾസിന്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ സെക്കൻഡ്. സോ ദിസ് ഈസ് ദ ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ ഷോർട്ട് ടൈം പീരീഡ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത് ഇമ്പൾസ് അടുത്തതായിട്ട് പരീക്ഷയിൽ കണ്ടുവരാവുന്ന ചോദ്യം എന്ന് പറയുന്നത് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ഇമ്പൾസിന്റെ അപ്ലിക്കേഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അത് പരീക്ഷകളിൽ കണ്ടുവരാവുന്ന ചോദ്യമാണ്. ഇമ്പൾസിന്റെ അപ്ലിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ പരീക്ഷകളിൽ തന്നിരിക്കുന്ന ചോദ്യം എങ്ങനെയാണെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാരൻ അല്ലെങ്കിൽ ഒരു ഫീൽഡർ ബോൾ ക്യാച്ച് ചെയ്യുന്ന സമയത്ത് പുറകോട്ട് കൈ വലിച്ചിട്ടാണ് ക്യാച്ച് ചെയ്യുക. പലരും നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാരായിരിക്കും. സോ എന്തുകൊണ്ടാണ് ക്യാച്ച് എടുക്കുന്ന സമയത്ത് കൈ പുറകോട്ട് വലിച്ചിട്ട് ബോൾ പിടിക്കുന്നത്? വാട്ട് ഈസ് ദ റീസൺ? റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവിടെ എന്താണ്, സമയം കുറച്ചുകൂടി കൂട്ടിയിട്ട് നമ്മുടെ കയ്യിൽ വരുന്ന ബോളിന്റെ ഫോഴ്സ് കമ്മിയാക്കുകയാണ്. നമ്മൾ ഫോഴ്സ് കമ്മിയാക്കാനാണ്. അപ്പൊ ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് നമുക്കറിയാം ഇമ്പൾസ് = ഫോഴ്സിന്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു. എന്താണ്, Δp / Δt അല്ലേ. ഫോഴ്സ് = Δp/Δt ആണ്. അപ്പൊ ഇൻറ്റു Δt എന്ന് വരും. ഇൻറ്റു Δt, Δp/Δt ഇൻറ്റു Δt. Δt യും Δt യും ക്യാൻസൽ ചെയ്യും. ഇമ്പൾസ് = നമുക്ക് എന്ത് Δp എഴുതാം. അതായത് ഇമ്പൾസ് എന്ന് പറയുന്നത്
ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണ്. ഇമ്പൾസ് ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെന്റം എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അതായത് ഇമ്പൾസ് എന്തിന് ഈക്വൽ ആണ്? നമ്മുടെ ചേഞ്ച് ഇൻ മൊമെന്റത്തിന് ഈക്വൽ ആണെന്ന് മനസ്സിലായി. ഇനി നമുക്ക് ആ അപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ചെയ്ത് നോക്കിയാലോ. അപ്ലിക്കേഷനുമായിട്ട് റിലേറ്റ് ബോൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ കൈ പുറകോട്ട് വലിക്കുന്നത് കൊണ്ട് നമുക്ക് അവിടെ ടൈം പീരീഡ് കൂട്ടാൻ പറ്റും. ടൈം പീരീഡ് കൂട്ടുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാം? ഈ പറയുന്ന ഫോഴ്സ് അല്ലെങ്കിൽ ആ ഫോഴ്സിന്റെ ഇമ്പാക്ട് നമുക്ക് കുറയ്ക്കാൻ പറ്റും. ഇത് ഇമ്പൾസിന്റെ ഒരു എക്സാമ്പിൾ ആണ്. അടുത്തൊരു എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മൾ ലോങ് ജമ്പ് ചാടുന്ന സമയത്ത് നമ്മൾ ഏതിലോട്ടാണ് പൊതുവെ ചാടാറ്? ഒന്നില്ലെങ്കിൽ പിറ്റിൽ ഫുള്ളി കംപ്ലീറ്റ്ലി മണലായിരിക്കും അല്ലേ. സോ എന്താണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആവാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. സോ അതും ഈ പറയുന്ന ഇമ്പൾസിന് എക്സാമ്പിൾ ആണ്. സോ ഇമ്പൾസിന്റെ രണ്ട് ലൈവ്ലി എക്സാമ്പിൾസ് മനസ്സിലാക്കി വെക്കുക. ക്രിക്കറ്റ് ബോൾ പിടിക്കുന്ന സമയത്ത് ആ ഒരു ഫോഴ്സ് അല്ലെങ്കിൽ ആ ഒരു ഇമ്പാക്ട് കമ്മിയാക്കാൻ വേണ്ടി നമ്മൾ കൈ പുറകോട്ട് വലിക്കുന്ന ഇമ്പൾസിന്റെ ഒരു അപ്ലിക്കേഷൻ ആണ്. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ലോങ് ജമ്പ് പിറ്റുകളിൽ മണൽ നിറയ്ക്കുന്നത് ഈ പറയുന്ന ഇമ്പൾസിന് മറ്റൊരു എക്സാമ്പിൾ ആണ്. രണ്ട് എക്സാമ്പിൾസും വൃത്തിയായിട്ട് മനസ്സിലാക്കി വെക്കുക. പരീക്ഷയിൽ എക്സാമ്പിൾ തന്നിട്ട് ഇത് എന്താണ് കാര്യം അല്ലെങ്കിൽ ഇതിന്റെ ഫോർമുല എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ പരീക്ഷകളിൽ കണ്ടുവരാറുണ്ട്. സോ അത് വൃത്തിയായിട്ട് മനസ്സിലാക്കി തന്നെ പഠിക്കും. നമ്മൾ മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. മൂന്നാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക് എന്ന് പറഞ്ഞു വെച്ചാൽ കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ നിന്ന് പൊതുവെ ഡെറിവേഷൻ ആണ് ചോദിക്കാറ്. ഡെറിവേഷൻ വളരെ സിമ്പിൾ ആയ ഡെറിവേഷൻ ആണ് ചോദിക്കാറ്. സോ എന്താണ് ലോ എന്ന് ഞാൻ ആദ്യം ഇനീഷ്യലി തന്നെ സ്റ്റേറ്റ് ചെയ്ത് തരാം. അതായത് ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് when two or more bodies interact with each other, in the absence of external force, the total linear momentum remains constant. ക്ലിയർ അല്ലേ? അതായത് ഒരു എക്സ്റ്റേണൽ ഫോഴ്സിന്റെ ആബ്സെൻസിൽ രണ്ടോ രണ്ടിൽ കൂടുതലോ ഒബ്ജക്റ്റുകൾ ഇന്ററാക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെ ടോട്ടൽ മൊമെന്റം എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും എന്നാണ് ഇതിന്റെ ലോ പറയുന്നത്. സോ ക്ലിയർ. സോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്. അതായത് എക്സ്റ്റേണലി ഉള്ള ഫോഴ്സ് സീറോ ആണെങ്കിൽ ടോട്ടൽ മൊമെന്റം പി എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ടോട്ടൽ മൊമെന്റം പി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് ഇപ്പോൾ ഈ പറയുന്ന ലോ സ്റ്റേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സിമ്പിൾ ഒരു എക്സ്പെരിമെന്റ് പോലെ കൺസിഡർ ചെയ്യാം. നമുക്ക് രണ്ട് ഒബ്ജക്റ്റ് ഉണ്ടെന്ന് വയ്ക്കാം, രണ്ട് കല്ലുകളോ അല്ലെങ്കിൽ രണ്ട് ബോളുകൾ ഉണ്ടെന്ന് വയ്ക്കാം. സോ ഇതിന്റെ മാസ് നമ്മൾ m1 ആയിട്ട് എടുത്തു, രണ്ടാമത്തതിന്റെ മാസ് m2 ആയിട്ട് എടുത്തു. ഈ രണ്ട് അപ്പൊ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ വെലോസിറ്റി ഇനീഷ്യൽ വെലോസിറ്റി നമ്മൾ u1 ആയിട്ടും രണ്ടാമത്തതിന്റെ u2 ആയിട്ടും എടുത്തു. ക്ലിയർ അല്ലേ? സോ ആദ്യത്തെ ഒബ്ജക്റ്റിന്റെ മാസ് എന്ന് പറയുന്നത് m1 ആണ്. സോ അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u1 ആണ്. രണ്ടാമത്തതിന്റെ m2 ആണ്. അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത് u2 ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. സോ ഈ രണ്ട് ഒബ്ജക്റ്റുകൾ നമ്മൾ മോഷനിലാണെന്ന് പറഞ്ഞല്ലോ, അതുകൊണ്ടാണ് വെലോസിറ്റി വരുന്നത്. സോ ഇത് കൂട്ടി മുട്ടി കഴിഞ്ഞു വെച്ചാൽ ഇത് ഫസ്റ്റ് കണ്ടീഷൻ ആണ് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത്. സോ ഇത് കൂട്ടി ഇടിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കണ്ടീഷൻ വരും. ആഫ്റ്റർ കൊളിഷൻ, ഇത് ബിഫോർ കൊളിഷൻ ആണ്, അടുത്ത ആഫ്റ്റർ കൊളിഷൻ ആണ് ഞാൻ വരയ്ക്കാൻ പോകുന്നത്. സോ ആഫ്റ്റർ കൊളിഷനിൽ മാസിന് മാറ്റം വരില്ല, m1 തന്നെയാണ്. പക്ഷെ അതിന്റെ വെലോസിറ്റിയിൽ എന്ത് വരും? മാറ്റം വരും. വെലോസിറ്റി മാറിയിട്ട് u1 മാറിയിട്ട് v1 ആയി മാറും. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒബ്ജക്റ്റിന്റെ മാസിന് മാറ്റം വരില്ല, m2 അതുപോലെ തന്നെയാണ്. പക്ഷെ അതിന്റെ വെലോസിറ്റി എന്താണ്? u2 മാറിയിട്ട് എന്തായി മാറും? v2 ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? ഇത് ബിഫോർ കൊളിഷൻ ആണ്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ബിഫോർ കൊളിഷൻ ആണ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് ആഫ്റ്റർ കൊളിഷൻ ആണ്. ഓക്കെ, സോ ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കുക. ഒരു സിമ്പിൾ എക്സ്പെരിമെന്റ് ആണ്. രണ്ട് ബോൾസ് വിചാരിക്കുക, മാസ് m1 m2, വെലോസിറ്റി u1 u2. രണ്ടാമത്തെ കേസിൽ കൊളിഷൻ നടന്നതിന് ശേഷം വെലോസിറ്റിയിൽ മാറ്റം വരും. സോ v1 v2 ആയിട്ട് വെലോസിറ്റി മാറും, പക്ഷേ മാസിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഉണ്ടാവില്ല. അടുത്തത് ഇനി നമ്മൾ കംപ്ലീറ്റ് ഡെറിവേഷനിലോട്ട് കിടക്കുകയാണ്. അടുത്ത് നമ്മൾ എഴുതാൻ പോകുന്നത് ഫോഴ്സ് ഓൺ m2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? m2 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണെന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? F ഈക്വൽ ടു ma അല്ലേ? F ഈക്വൽ ടു ma ആണ്. ഫോഴ്സിന്റെ ഇക്വേഷൻ വൃത്തിയായിട്ട് മനസ്സിലാക്കുക. F ഈക്വൽ ടു ma ആണ്. അപ്പൊ ഫോഴ്സ് ഓൺ m2 അപ്പൊ എന്തായിരിക്കും? ഈക്വൽ ടു m2 a2 എന്ന് വരും. m2 a2 ക്ലിയർ അല്ലേ? ഫോഴ്സ് ഓൺ m2 ആകുമ്പോൾ F ഈക്വൽ ടു ma ആകുമ്പോൾ m2 a2 എന്ന രീതിയിൽ വരും. a2 അല്ലെങ്കിൽ a എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്സിലറേഷൻ ആണ്. A എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണ്. സോ ആക്സിലറേഷൻ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാം? ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് ഡിഫൈൻ ചെയ്യാം. സോ ഈക്വൽ ടു m2 ഇൻറ്റു ചേഞ്ച് ഇൻ വെലോസിറ്റി എന്താണ്? v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. v2 മൈനസ് u2 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് എഴുതാം. അതായത് ചേഞ്ച് ഇൻ വെലോസിറ്റി ഡിവൈഡഡ് ബൈ ടൈം എന്ന് എഴുതി. സെയിം വേ അടുത്ത രണ്ടാമത്തെ കണ്ടീഷൻ ഫോഴ്സ് ഓൺ m1 ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്താണ്? സെയിം ഇക്വേഷൻ F ഈക്വൽ ടു ma ലാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. സോ m1 a1 എന്ന് വരും. m1 a1 എന്ന് വരും. ക്ലിയർ അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ m1 ഇൻറ്റു ഇതെന്ന് വരും? v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. v1 മൈനസ് u1 ഡിവൈഡഡ് ബൈ ഡെൽറ്റ ടി എന്ന് വരും. സോ നമുക്ക് രണ്ട് ഫോഴ്സും കണ്ടുപിടിച്ചു. ആദ്യത്തെ m1 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും m2 എന്ന് പറയുന്ന ഒബ്ജക്റ്റിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമുക്കറിയാം, അതായത് ന്യൂട്ടൺ തേർഡ് ലോ അനുസരിച്ച് ഫോർ എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഇത് ഇമ്പാക്ട് ചെയ്യുന്ന അതേ ഫോഴ്സ് തന്നെയാണ് തിരിച്ചും കിട്ടുക. m1 m2 കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെയാണ് m2 m1 കൊടുക്കുക. പക്ഷെ ഒരു വ്യത്യാസം എന്താണ്?
ഓപ്പോസിറ്റ് ആയിരിക്കും. എന്താണ് വ്യത്യാസം? ഓപ്പോസിറ്റ് ആയിരിക്കും. ഒരു ഉദാഹരണം എന്ന് വെച്ചാൽ ഇപ്പൊ F12 equal to minus of F21 നമുക്ക് വേണമെങ്കിൽ എഴുതാം. F12 equal to minus of F21 എന്ന് പറയും. ക്ലിയർ അല്ലേ? അതായത് ഒന്നാമത്തെ ഒബ്ജക്റ്റ് രണ്ടാമത്തെ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും രണ്ടാമത്തെ ഒബ്ജക്റ്റ് ഒന്നാമത്തെ ഒബ്ജക്റ്റിൽ കൊടുക്കുന്ന ഫോഴ്സ്. പക്ഷെ എന്താണ്? ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ഇടണം? നെഗറ്റീവ് സൈൻ ഇടണം. ഓപ്പോസിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് സൈൻ ഇടണം? നെഗറ്റീവ് സൈൻ ഇടണം. മനസ്സിലാക്കി തന്നെ വെക്കാം. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. സോ M2 V2 minus U2 divided by delta T equal to minus M1 into V1 minus U1 divided by delta T എന്ന് എഴുതാം. ക്ലിയർ അല്ലേ? നെഗറ്റീവ് സൈൻ എങ്ങനെയാ വന്നത് മനസ്സിലാക്കണം. കാരണം ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണ്. സോ അതുകൊണ്ടാണ് നെഗറ്റീവ് സൈൻ വന്നിരിക്കുന്നത്. രണ്ട് സൈഡും ഡെൽറ്റ ടി ഉണ്ട്. സോ ഡെൽറ്റ ടി ഞാൻ ക്യാൻസൽ ചെയ്യാണ്. സോ M2 into V2 minus U2 equal to minus of M1 into V1 minus U1 എഴുതാം. ക്ലിയർ അല്ലേ? M2 into V2 minus U2 equal to minus M1 into V1 minus U1 എഴുതാൻ വേണ്ടി പറ്റും. ഈ മുകളിലത്തെ കാര്യം ഞാൻ വായിക്കുകയാണ്. സോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് തന്നെ പഠിക്കുക, അണ്ടർസ്റ്റാൻഡ് ചെയ്ത് പഠിക്കുക. ഒരു സ്റ്റെപ്പ് പോലും മഗ്ഗപ്പ് ചെയ്ത് വെക്കാതെ മനസ്സിലാക്കി തന്നെ പഠിക്കാം. ഇനി നമുക്ക് M1നെയും M2നെയും ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ M2 V2 minus M2 U2 equal to മൈനസ് സൈൻ ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. സോ മൈനസ് M1 V1 പ്ലസ് M1 U1. എങ്ങനെയാണ് പ്ലസ് വന്നത്? മൈനസ് M1 ഉള്ളിലോട്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസും എന്തായി മാറും? പ്ലസ് ആയിട്ട് മാറും. സോ പ്ലസ് M1 U1 ആയിട്ട് മാറും. ഇനി നമുക്ക് വിന്റെ ടേംസ് എല്ലാം ഒരു സൈഡ്, യുവിന്റെ ടേംസ് എല്ലാം മറ്റൊരു സൈഡിലോട്ട് മാറ്റാം. സോ M2 V2 പ്ലസ് M1 V1 ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 എന്ന്. M1 U1 പ്ലസ് M2 U2 ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ എന്ന് പറയും. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് നമുക്ക് M2 V2 പ്ലസ് M1 V1 ഈക്വൽ ടു M1 U1 പ്ലസ് M2 U2 എങ്ങനെ വേണമെങ്കിൽ എഴുതാം. ക്ലിയർ അല്ലേ? സോ ഇതെന്താണ് പറയുന്നത് വെച്ചാൽ ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. അതായത് ഇതാണ് ബിഫോർ കൊളിഷൻ ആയിട്ടുള്ള ലീനിയർ മൊമെന്റം എന്ന് പറയുന്നത്. ഇത് ആഫ്റ്റർ കൊളിഷന്റെ ലീനിയർ മൊമെന്റം ആണ്. സോ ഇവിടെയുള്ള ടോട്ടൽ ലീനിയർ മൊമെന്റം എന്തിന് ഈക്വൽ ആണ്? ആഫ്റ്റർ കൊളിഷനുള്ള ലീനിയർ മൊമെന്റത്തിന് ഈക്വൽ ആണ്. അപ്പൊ എന്താണ് പറയുന്നത്? മൊമെന്റം റിമൈൻസ് സെയിം ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? P ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറയാൻ പറ്റും. പിയിൽ ഒരു മാറ്റവും ഇല്ല. രണ്ട് ബോഡീസ് കൊളൈഡ് ചെയ്ത് കഴിഞ്ഞ മുമ്പുള്ള മൊമെന്റവും അതിന് ശേഷമുള്ള മൊമെന്റവും എന്താണ്? സെയിം ആണ്. അതിലൊരു മാറ്റവും ഇല്ല. സോ അത് സ്റ്റേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ ആണിത്. സോ ഇതിന് ചിലപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്ത് ആദ്യം M1 U1 പ്ലസ് M2 U2 ഈക്വൽ ടു M2 V2 പ്ലസ് M2 V1 എന്നൊക്കെ ആയിരിക്കും. സോ അതൊന്നും കുഴപ്പമില്ല. ഈ രണ്ട് ടേംസ് പ്രോപ്പർലി എഴുതിയാൽ മാത്രം മതി. ദ ടോട്ടൽ ലീനിയർ മൊമെന്റം ബിഫോർ കൊളിഷൻ വിൽ ബി ഈക്വൽ ടു ടോട്ടൽ ലീനിയർ മൊമെന്റം ആഫ്റ്റർ കൊളിഷൻ. ഇതാണ് അതിന്റെ ഇക്വേഷൻ. ആ ഡയഗ്രാം വരച്ച് തന്നെ നിങ്ങൾ ഈ ഡെറിവേഷനിലോട്ട് കിടക്കുക. ആ ബോർഡ് പോലെ ഞാൻ വരച്ചു തന്നില്ലേ M1 M2 എന്ന് പറഞ്ഞിട്ട്, അത് വരച്ചതിന് ശേഷം മാത്രം ഈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എഴുതാം. ഈ ഫൈനൽ ഇക്വേഷൻ ബോക്സ് വരച്ച് തന്നെ പരീക്ഷയിൽ മാർക്ക് ചെയ്തിടാം. ഓക്കെ, നമുക്ക് നമ്മുടെ നാലാമത്തെ ഫോക്കസ് ഏരിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. നാലാമത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഫ്രിക്ഷൻ ആണ്. ഫ്രിക്ഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ടോപ്പിക് ആയിരിക്കുമല്ലേ? എന്താണ് ഫ്രിക്ഷൻ എന്നുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചെറിയ ക്ലാസ്സുകൾ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിലെല്ലാം ഫ്രിക്ഷനെ കുറിച്ചൊരു കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താണ് ഫ്രിക്ഷൻ എന്ന് അറിയണം. ഫ്രിക്ഷന്റെ അപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും അറിയണം. അതിന്റെ ഡിഫറെന്റ് കൈൻഡ്സ് ഓഫ് ഫ്രിക്ഷൻ നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ആദ്യം ഞാൻ എന്താണ് ഫ്രിക്ഷൻ എന്ന് പറയാം. ഫ്രിക്ഷൻ മീൻസ് ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ. ഒരു ബോഡി മൂവ് ചെയ്യുന്ന ഒരു ബോഡിക്കുള്ള റെസിസ്റ്റൻസിനെയാണ്, ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രിക്ഷൻ എന്ന് പറയാ. മൂവ് ചെയ്യുന്ന ബോഡിക്ക് എതിരെ ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സിനെയാണ് നമ്മൾ എന്ത് പറയാ? ഫ്രിക്ഷണൽ ഫോഴ്സ് എന്നാണ് പറയാം. ക്ലിയർ? ശ്രദ്ധിച്ചേട്ടാ, നിങ്ങൾക്ക് ഒരു ചീവീടിന്റെ സൗണ്ട് ചിലപ്പോൾ ഒരു ഡിസ്ട്രാക്ഷൻ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഒരു വഴി ഇല്ല, വല്ല പട്ടിയോ പൂച്ചയൊക്കെയാണ് വെച്ചാൽ എറിഞ്ഞു ഓടിക്കാന്ന് പറയാം. ചീവീടിനെ കാണാൻ പോലും പറ്റൂല. അതുകൊണ്ട് ആ ഒരു സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഫൈൻ. ഓക്കെ, അപ്പോൾ ഫ്രിക്ഷനെ കുറിച്ചാണ് പറഞ്ഞു വന്നത്. ഫ്രിക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ എന്ന് പറയും. ഓക്കെ, ഫ്രിക്ഷനെ കുറിച്ച് പറയുമ്പോൾ അതിന് കുറച്ച് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അപ്പോൾ എല്ലാ കാര്യമാണെങ്കിലും ഏത് കാര്യമാണെങ്കിലും കൂടിപ്പോയാൽ പ്രശ്നം തന്നെയാണ്. സോ ഫ്രിക്ഷന്റെ ആദ്യം ഡിസഡ്വാൻറ്റേജസ് നിങ്ങൾക്ക് അറിയുമെന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ ഒരു എഞ്ചിൻ എടുത്തു എന്ന് വയ്ക്കുക, അല്ലെങ്കിൽ ഒരു മിഷൻ പാർട്ട്, മൂവിംഗ് പാർട്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞു വെച്ചാൽ എന്താണ്? അത് പ്രോപ്പറായിട്ട് കറങ്ങില്ല. പ്രോപ്പറായിട്ട് കറങ്ങാതിരുന്നു വെച്ചാൽ കൂടുതൽ എനർജി വേണ്ടി വരും. കൂടുതലായിട്ട് എനർജി അല്ലെങ്കിൽ കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. മൂവിംഗ് എഞ്ചിൻ പാർട്ടുകളിലെല്ലാം ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞു വെച്ചാൽ കൂടുതലായിട്ട് എനർജി കൂടുതലായിട്ട് ആവശ്യം വരും. ക്ലിയർ? സോ അല്ലെങ്കിൽ അത് കൂടുതലായിട്ട് വർക്ക് ചെയ്യേണ്ടി വരും. ഈ ഫ്രിക്ഷനെ ഓവർകം ചെയ്യുന്ന പോലെ അതിന് വർക്ക് ചെയ്യേണ്ടി വരും. സോ അത് നമുക്ക് എക്കോണമിക്കലി ലോസ് വരുത്തും. ക്ലിയർ? അടുത്തൊരു ഫ്രിക്ഷന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു വെച്ചാൽ ഇതേപോലെ മൂവിംഗ് പാർട്ട് നിങ്ങൾക്ക് ഏറ്റവും ഫെമിലിയർ ആയ ഒരു കാര്യം പറഞ്ഞുതരാം. നമ്മൾ ഈ കിണറുകളിലൊക്കെ ചകടയുണ്ടല്ലോ, വെള്ളം കോരുന്ന ചകട. സോ അതിൽ ഫ്രിക്ഷൻ കൂടി കഴിഞ്ഞു വെച്ചാൽ ഒരു കിളി കത്തുന്ന പോലെ കീ കൊണ്ട് സൗണ്ട് വരാൻ തുടങ്ങും.
അല്ലേ? അത് നിങ്ങൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. സോ അത് നമുക്ക് പ്രോപ്പറായിട്ട് വലിക്കാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യം, വെള്ളം കോരാൻ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സോ ഇതെല്ലാം ഫ്രിക്ഷന്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ആണ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് ഫ്രിക്ഷന്റെ അഡ്വാൻറ്റേജസിനെ കുറിച്ചാണ്. അപ്പോൾ ഡിസഡ്വാൻറ്റേജസ് നമ്മൾ നോക്കി, നെക്സ്റ്റ് അഡ്വാൻറ്റേജസ് ഒക്കെ എന്തൊക്കെയാണ്, ഫ്രിക്ഷന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്. അതായത് നമുക്കറിയാം നമ്മുടെ ബാത്റൂം ടൈലുകളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും കുറച്ചുകൂടി ഗ്രിപ്പ് കൂടിയ ടൈലുകളായിരിക്കും. നമ്മുടെ ഹാളിൽ ഇടുന്നതിനെക്കാട്ടിലും ഫ്ലോറിങ്സിനെക്കാട്ടിലും കുറച്ചുകൂടി ഗ്രിപ്പ് കൂടിയ ഫ്ലോറിങ്സ് ആയിരിക്കും നമ്മൾ ബാത്റൂമിനകത്തില്ല. കാരണം എന്താണ്, അവിടെ നമുക്ക് സ്ലിപ്പ് ആവാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സോ അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഫ്രിക്ഷൻ ആവശ്യമാണ്, എന്നാലും നമുക്ക് അവിടെ നിൽക്കാനൊക്കെ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് തന്നെ അവിടെ നമ്മൾ ഫ്രിക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഗ്രിപ്പറി ആയിട്ടുള്ള ടൈൽസ് ആണ് ഉപയോഗിക്കുക. സോ ഇത് ഒന്നാമത്തെ ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് വിചാരിക്കാം. നെക്സ്റ്റ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ, വാഹനങ്ങളിലെല്ലാം ബ്രേക്കിംഗ് സിസ്റ്റം എല്ലാം ഫ്രിക്ഷന്റെ ഒരു ആപ്ലിക്കേഷൻ ആയിട്ട് തന്നെ നമുക്ക് പറയാൻ വേണ്ടി പറ്റും. സോ ഫ്രിക്ഷനെ കൊണ്ടുള്ള നമുക്ക് അഡ്വാൻറ്റേജസ് ഉണ്ട്, ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഈ രണ്ട് കാര്യങ്ങളും പ്രോപ്പറായിട്ട് മനസ്സിലാക്കി വെക്കാം. ഇനി നമുക്കിവിടെ രണ്ട് തരത്തിലുള്ള ഫ്രിക്ഷൻ ഉണ്ട്. സോ ഏതൊക്കെയാണ് രണ്ട് തരത്തിൽ എന്ന് പറഞ്ഞാൽ, ഒന്നാമത്തെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആണ്. സ്റ്റാറ്റിക് ഫ്രിക്ഷൻ, സ്റ്റാറ്റിക് എന്ന വാക്കിന് അർത്ഥം എന്താണ് സ്റ്റാറ്റിക്? സ്റ്റാറ്റിക്കിന് മറ്റൊരു വാക്ക് ചിലപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, സ്റ്റേഷനറി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ? ഇവിടെ സ്റ്റാറ്റിക് മീൻസ് ആ ബോഡി റെസ്റ്റിലായിരിക്കും. അതായത് നമുക്കൊരു ഇതൊരു ടേബിൾ ആണെന്ന് വിചാരിക്കണം, ജസ്റ്റ് ഒരു ടേബിൾ ആണെന്ന് വിചാരിക്കുക. ടേബിൾ ഇത്തരത്തിലൊന്നും അല്ല, എന്നാലും ജസ്റ്റ് ഇതൊരു ടേബിൾ ആണ്. ആ ടേബിളിന്റെ മുകളിൽ ഞാനൊരു ബോക്സ് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ വുഡൻ ബോക്സ് വെച്ചിട്ടുണ്ടെന്ന് വയ്ക്കും. ഒരു ടേബിളിന്റെ മുകളിൽ ഞാനൊരു വുഡൻ ബോക്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട് വയ്ക്കാം. സോ ഈ വുഡൻ ബോക്സിൽ ഏതൊക്കെ ഫോഴ്സ് ആണ് ആക്ട് ചെയ്യുക? വുഡൻ ബോക്സിന്റെ മാസ് അല്ലെങ്കിൽ അതിന്റെ വെയിറ്റ്, മാസ് അല്ല വെയിറ്റ്, വുഡൻ ബോക്സിന്റെ വെയിറ്റ് എന്ത് ചെയ്യും? താഴോട്ട് ഒരു ഫോഴ്സ് ആക്ട് ചെയ്യില്ലേ? വെയിറ്റ് ഈക്വൽ ടു എന്ത് പറയാം? W ഈക്വൽ ടു mg ആണ്. സോ ദ വെയിറ്റ് ഓഫ് ദ ബോക്സ് ആക്ടിങ് ഡൗൺവേർഡ്സ്. ഈ ഒരു ബോക്സ് ഒരു ടേബിളിന്റെ മുകളിൽ വെച്ചാലും ഏതിന്റെ മുകളിൽ വെച്ചാലും അതിന്റെ വെയിറ്റ് എങ്ങോട്ട് ആക്ട് ചെയ്യും? താഴോട്ടാണ് ആക്ട് ചെയ്യുക. ഓക്കെ, ക്ലിയർ? അപ്പോ ഈ പറയുന്ന സർഫേസ്, നമ്മൾ ഏത് സർഫേസിലാണോ ഈ പറയുന്ന മെറ്റീരിയൽ വെക്കുന്നത്, ആ സർഫേസ് ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് മുകളിലോട്ട് കൊടുക്കുന്നുണ്ട്. അതായത് ഈ പറയുന്ന വെയിറ്റ് താഴോട്ട് ഉണ്ടല്ലോ, സോ അതിനെ പ്രതിരോധിച്ച് നിൽക്കണമല്ലോ. സോ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഏത് സർഫേസിലാണോ വെച്ചിരിക്കുന്നത് ആ സർഫേസ് മുകളിലോട്ടൊരു ഇതേ ഫോഴ്സ്, ഈക്വൽ ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. സോ ആ ഫോഴ്സിനെയാണ് നമ്മൾ നോർമൽ എന്ന് പറയാം. ചില ടെക്സ്റ്റ് ബുക്കുകളിൽ നോർമൽ എന്നിന് പകരം R ആയിരിക്കും ഡിനോട്ട് ചെയ്യുക. സോ നിങ്ങൾക്ക് ഏതാണ് കൺവീനിയന്റ് ആ ഒരു സൈൻ യൂസ് ചെയ്യാം. സോ നോർമൽ എന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യുന്ന ഒരു ഫോഴ്സ് ആണ്. സോ അത് എന്തിന് ഈക്വൽ ആയിരിക്കും? ഈ പറയുന്ന വെയിറ്റിന്റെ അതേ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും. സോ അതുകൊണ്ട് തന്നെയാണ് ആ ഒബ്ജക്റ്റ് മുകളിലോട്ടോ താഴോട്ടോ മൂവ് ചെയ്യാതെ അവിടെ തന്നെ നിൽക്കുന്നത്. ക്ലിയർ അല്ലേ? സോ താഴോട്ട് ആക്ട് ചെയ്യുന്നത് വെയിറ്റ് ആണ്, മുകളിലോട്ടുള്ളത് നോർമൽ ആണ്. നോർമൽ എപ്പോഴും സർഫേസിന് പെർപെൻഡിക്കുലർ ആണ്. വേറൊരു കാര്യം പറഞ്ഞാൽ, സപ്പോസ് നമ്മുടെ ഒബ്ജക്റ്റ് ഇപ്പൊ ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നതെങ്കിൽ അതിന് നോർമൽ ആക്ട് ചെയ്യുന്നത് ഇങ്ങനെയായിരിക്കും. അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും സർഫേസിന് പെർപെൻഡിക്കുലർ ആയിരിക്കും നോർമൽ എപ്പോഴും ആക്ട് ചെയ്യാം. അത് മൈൻഡിൽ വെക്കുക കേട്ടോ. നമ്മുടെ ഏത് രീതിയിലാണ് സർഫേസ് ഉള്ളത്, സോ അതിന് പെർപെൻഡിക്കുലർ ആയിരിക്കും. ക്ലിയർ? ഇനി അടുത്തൊരു കാര്യം പറയുന്നത്, ഇപ്പൊ ഞാൻ ഈ ബോഡിയിൽ ഞാൻ കൈ വെച്ചിട്ട് ഇങ്ങോട്ട് തള്ളുകയാണെന്ന് വെക്കാം. കൈ വെച്ചിട്ട് ഞാൻ ഈ ബോഡിയിൽ അല്ലെങ്കിൽ ഒരു ഫോഴ്സ് ഈ ബോഡിയിലേക്ക് കൊടുക്കുകയാണെന്ന് വെക്കാം. സോ ആ ബോഡി എന്ത് ചെയ്യണം? അങ്ങോട്ട് നീങ്ങണം. ആദ്യം തന്നെ ഒരു ബുക്ക് അല്ലെങ്കിൽ വുഡൻ ബോക്സിൽ ഞാൻ ചെറുതായിട്ട് തള്ളി കഴിഞ്ഞാൽ വുഡൻ ബോക്സ് നീങ്ങുമോ? വുഡൻ ബോക്സ് നീങ്ങില്ല. കാരണം എന്താണ്? ഇവിടെ സ്റ്റാറ്റിക് ഫ്രിക്ഷൻ Fx എന്ന് പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് വുഡൻ ബോക്സിന് മൂവ്മെന്റ് പെട്ടെന്ന് തന്നെ ഇല്ലാത്തത്. ഞാൻ ചെറുതായിട്ട് ഒന്ന് തള്ളിക്കഴിഞ്ഞു വെച്ചാൽ ഒരു മരകഷ്ണം പെട്ടെന്ന് നീങ്ങോ? ഇല്ല. സോ അതിന് കാരണം ഇനീഷ്യലി എന്താണ്? അവിടെ ഒരു സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആക്ട് ചെയ്യുന്നത് കൊണ്ടാണ് ഇതിന് മൂവ്മെന്റ് ഇല്ലാത്തത്. ക്ലിയർ അല്ലേ? അപ്പോൾ എന്താണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം? അതായത് രണ്ട് സർഫേസുകൾ കോണ്ടാക്റ്റിൽ ഉണ്ടായിരിക്കുന്ന സമയത്ത് അത് തമ്മിൽ മൂവ്മെന്റിന് മുമ്പായിട്ട് ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷനെയാണ് നമുക്ക് എന്ത് പറയാം? സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം. മൂവ്മെന്റിന് മുമ്പായിട്ടുള്ള ആ ഫ്രിക്ഷനെയാണ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയാം കേട്ടോ. സോ ഞാൻ ആദ്യം കുറച്ച് ഫോഴ്സ് കൊടുത്തു, പിന്നെ കുറച്ചുകൂടി ഫോഴ്സ് കൊടുത്തു, അപ്പോഴും മൂവ് ചെയ്തില്ല. സോ ഈ പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂ, അതായത് നമ്മൾ ഒരുവിധം ഫോഴ്സ് കൊടുക്കുന്നത് വരെ ഈ ബോഡി മൂവ് ചെയ്യാതെ പിടിച്ചു നിൽക്കുന്നുണ്ടല്ലോ, അപ്പൊ ആ മാക്സിമം വാല്യൂവിന് നമ്മൾ എന്ത് പറയുന്നത് വെച്ചാൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും, അല്ലെങ്കിൽ Fx മാക്സിമം എന്ന് പറയും. Fx മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ എന്ന് പറയും. അതായത് സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ മാക്സിമം വാല്യൂവിനെയാണ് നമ്മൾ എന്ത് പറയാ? ലിമിറ്റിംഗ് ഫ്രിക്ഷൻ അല്ലെങ്കിൽ Fx മാക്സിമം എന്ന് പറയും. ക്ലിയർ അല്ലേ? ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ബേസിക്കലി ഈ ഒരു കൺസെപ്റ്റിൽ നിന്ന് അറിഞ്ഞു വെക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ക്ലിയർ? ദെൻ ഇനി അടുത്തത് നമുക്ക് ഇതിന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ്, ഈ പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കുറച്ച് പ്രോപ്പർട്ടീസ് എന്താണെന്ന് വെച്ചാൽ, ആദ്യം എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു, അതായത് Fx മാക്സിമം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു നോർമൽ. Limiting friction is directly proportional to normal. That means Fx maximum is directly proportional to n എന്ന് പറയും. Clear? So ഈ proportionality മാറ്റാൻ വേണ്ടിയിട്ട് Fx maximum equal to mu s
ഇൻറ്റു എൻ എന്ന് പറയും, മ്യൂ എസ് ഇൻറ്റു എൻ. അപ്പൊ നിങ്ങൾക്ക് തോന്നും എന്താണ് മ്യൂ എസ് എന്ന് പറയുന്നത്? മ്യൂ എസ് എന്ന് പറഞ്ഞാൽ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. മ്യൂ എസ് ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ. സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയാ? മ്യൂ എസ് എന്ന് പറയാം. സോ എഫ് എക്സ് മാക്സിമം ഈക്വൽ ടു മ്യൂ എസ് ഇൻറ്റു എൻ. Therefore mu s equal to എന്ത് എഴുതാം? എഫ് എക്സ് മാക്സിമം അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ എൻ എന്ന് എഴുതാം. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഡിവൈഡഡ് ബൈ എൻ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു ഇക്വേഷൻ ആണ്. ചില പരീക്ഷകളിൽ ഇത് ബേസ് ചെയ്ത ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് കേട്ടോ. സോ ഒന്നാമത്തെ പ്രോപ്പർട്ടി നമ്മൾ നോക്കി. അടുത്ത പ്രോപ്പർട്ടി ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷന്റെ അല്ലെങ്കിൽ ലിമിറ്റിംഗ് ഫ്രിക്ഷന്റെ അടുത്തൊരു പ്രോപ്പർട്ടി എന്തെന്ന് വെച്ചാൽ ഈ പറയുന്ന സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന കോണ്ടാക്റ്റിലുള്ള സർഫേസിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട് ദ സർഫേസ് ഇൻ കോണ്ടാക്ട്. Independent above അല്ലെങ്കിൽ independent of surface in contact. അതായത് രണ്ട് ഒബ്ജക്റ്റുകൾ തമ്മിൽ കോണ്ടാക്റ്റിലുള്ള സർഫേസിന് അത് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ക്ലിയർ അല്ല? ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ. ലിമിറ്റിംഗ് ഫ്രിക്ഷൻ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നോർമൽ ഫോഴ്സ് എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട് ദ സർഫേസ് ഇൻ കോണ്ടാക്ട്. ഈ പറയുന്ന ഏത് സർഫേസ് ആണോ ഇൻ കോണ്ടാക്ട് ആ ഒരു സർഫേസ് ഏരിയക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇതാണ് ഈ സ്റ്റാറ്റിക് ഫ്രിക്ഷനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള കാര്യം. നമ്മുടെ നെക്സ്റ്റ് ഫ്രിക്ഷനിൽ തന്നെ സെക്കൻഡ് ക്ലാസിഫിക്കേഷൻ ആണ് കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. കൈനമാറ്റിക് അല്ലെങ്കിൽ കൈനറ്റിക് എന്നൊക്കെ പറയുന്നത് എന്തിനെ റിലേറ്റ് ചെയ്തിട്ട് പറയണം? മോഷൻ, മൂവ്മെന്റ് ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ ആണ് കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. സോ മൂവ്മെന്റ് നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്നാമത് എന്ന് പറയുന്നത് സ്ലൈഡിങ്ങും ഉണ്ട്, റോളിങ്ങും ഉണ്ട്. സോ കൈനമാറ്റിക് ഫ്രിക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാൻ പറ്റും. ഒന്നാമത് എന്ന് പറയുന്നത് സ്ലൈഡിങ് ഫ്രിക്ഷൻ, സ്ലൈഡിങ് ഉണ്ട്. അതുപോലെ തന്നെ അടുത്ത സെക്കൻഡ് വൺ എന്ന് പറയുന്നത് റോളിംഗ് ആണ്. ഓക്കെ, റോളിംഗ് ഫ്രിക്ഷൻ. സോ സ്ലൈഡിംഗ് കൈനമാറ്റിക് ഫ്രിക്ഷൻ ഹാസ് ബീൻ ഡിവൈഡഡ് ഇൻടു ടു ടൈപ്സ്, സ്ലൈഡിംഗ് ഫ്രിക്ഷൻ ആൻഡ് റോളിംഗ് ഫ്രിക്ഷൻ. ഓക്കെ, ഈ കൈനമാറ്റിക് ഫ്രിക്ഷനെ കോമൺലി നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എഫ് കെ ഉപയോഗിച്ച്, കൈനമാറ്റിക് കെ ഫോർ കൈനമാറ്റിക്. സോ എഫ് കെ ഉപയോഗിച്ചിട്ടാണ് കൈനമാറ്റിക് ഫ്രിക്ഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുക. ക്ലിയർ അല്ലേ? സോ ഒരു ബോഡി, അതായത് ഇപ്പൊ ഒരു അതേപോലെ ഒരു ടേബിൾ ആണെന്ന് വെക്കാം. സോ ഇവിടെ അതേപോലെ ഒരു ബോഡി സ്ലൈഡ് ചെയ്ത് നീങ്ങുകയാണ് അല്ലെങ്കിൽ ഒരു ബോഡി റോൾ ചെയ്യുകയാണ്. സോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിലെല്ലാം ഉണ്ടാവുന്ന ഫ്രിക്ഷനെയാണ് നമ്മൾ എന്ത് പറയുക? കൈനമാറ്റിക് ഫ്രിക്ഷൻ. മൂവ്മെന്റ് ഉള്ള ബോഡിയിൽ ആക്ട് ചെയ്യുന്ന ഫ്രിക്ഷൻ ആണ് കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന എഫ് കെ കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാട്ടിലും എഫ് എസിനേക്കാളും സ്റ്റാറ്റിക് ഫ്രിക്ഷൻ എഫ് എസിനേക്കാളും കുറവായിരിക്കും കേട്ടോ. സ്റ്റാറ്റിക് ഫ്രിക്ഷനേക്കാളും കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് കുറവായിരിക്കും. അത് വൃത്തിയായിട്ട് മനസ്സിലാക്കുക. എഫ് എസിനെക്കാട്ടും എഫ് കെ എന്ന് പറയുന്നത് കുറവായിരിക്കും. കാരണം അത് മൂവ് ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഫ്രിക്ഷണൽ ഫോഴ്സ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. ഇനി നമുക്ക് ഇതിന്റെ പ്രോപ്പർട്ടീസ്, മുൻപിലത്തെ പോലെ തന്നെ ഇതിന് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. പ്രോപ്പർട്ടീസ് എല്ലാം ഓൾമോസ്റ്റ് സിമിലർ തന്നെയാണ്. അതായത് നമ്മുടെ എഫ് കെ ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു നോർമൽ. എഫ് കെയും നോർമലിന് പ്രപ്പോർഷണൽ ആണ്. സോ ഇവിടെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് മ്യൂ കെ ആണ്. മ്യൂ കെ ഇൻറ്റു എൻ എന്നാണ് പറയുന്നത്, മ്യൂ കെ. സോ therefore മ്യൂ കെ ഈക്വൽ ടു എഫ് കെ ഡിവൈഡഡ് ബൈ എൻ എന്നല്ല, മ്യൂ കെ ഈക്വൽ ടു എഫ് കെ ഡിവൈഡഡ് ബൈ എൻ. ഇവിടെ മ്യൂ കെനെ അപ്പം എന്തായിരിക്കും? അവിടെ കോഎഫിഷ്യന്റ് ഓഫ് സ്റ്റാറ്റിക് ഫ്രിക്ഷൻ ആയിരുന്നു. ഇവിടെ എന്തായിരിക്കും? കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് ഫ്രിക്ഷൻ. therefore മ്യൂ കെ ഈക്വൽ ടു കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് ഫ്രിക്ഷൻ. കൈനമാറ്റിക് ഫ്രിക്ഷന്റെ കോഎഫിഷ്യന്റിനെയാണ് നമ്മൾ എന്ത് പറയുക? മ്യൂ കെ വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യുക. സോ മ്യൂ കെ ഈക്വൽ ടു എഫ് കെ ഡിവൈഡഡ് ബൈ എൻ. വളരെ ഇമ്പോർട്ടന്റ് ആയ ഇക്വേഷൻ. നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്പീഡിന് ഇവിടെ ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഇൻഡിപെൻഡന്റ്, അതായത് കൈനമാറ്റിക് ഫ്രിക്ഷൻ ഈസ് ഇൻഡിപെൻഡന്റ് അബൌട്ട് ദ സ്പീഡ് ഓർ വെലോസിറ്റി ഓഫ് ദ മൂവിംഗ് ഒബ്ജക്ട്. അവിടെ സ്ലൈഡ് ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലോ റോൾ ചെയ്യുന്ന ഒബ്ജക്റ്റ് ആണെങ്കിലോ അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ സ്പീഡിന് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതേപോലെ തന്നെ ഇൻഡിപെൻഡന്റ് about the surface in contact. അപ്പോൾ ഈ സർഫേസ് ഇൻ കോണ്ടാക്റ്റിനും ഇൻഡിപെൻഡന്റ് ആയിരിക്കും. ഈ മൂവ് ചെയ്യുന്ന സ്പീഡ് അല്ലെങ്കിൽ വെലോസിറ്റിക്ക് ഇൻഡിപെൻഡന്റ് ആയിരിക്കും. അതുപോലെ തന്നെ കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് ഫ്രിക്ഷൻ ഇക്വേഷൻ പറഞ്ഞു വെക്കണം, മ്യൂ കെ ആണ്. ക്ലിയർ? സോ ഇവിടെയും നമുക്ക് അതുപോലെ തന്നെ പറയാം, മ്യൂ കെ എന്ന് പറയുന്നത് മ്യൂ എസിനേക്കാളും കുറവായിരിക്കും. മ്യൂ കെ എന്ന് പറയുന്നത് മ്യൂ എസിനേക്കാളും കുറവായിരിക്കും. കോഎഫിഷ്യന്റ് ഓഫ് കൈനമാറ്റിക് ഫ്രിക്ഷൻ ഈസ് less when comparing to coefficient of static friction. അതുപോലെ തന്നെ കൈനമാറ്റിക് ഫ്രിക്ഷൻ എന്ന് പറയുന്നത് സ്റ്റാറ്റിക് ഫ്രിക്ഷനെക്കാളും കുറവായിരിക്കും. സോ ഈ രണ്ട് കാര്യങ്ങൾ പ്രോപ്പർ ആയിട്ട് മനസ്സിലാക്കി വെക്കാം. സോ ഫ്രിക്ഷനും അതിന്റെ രണ്ട് ക്ലാസിഫിക്കേഷൻസും വൃത്തിയായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് തന്നെ പഠിക്കാം. ഈ ചാപ്റ്ററിലുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ് ബാങ്കിങ് ഓഫ് റോഡ്. ആ ഒരു ടോപ്പിക്കിലോട്ടാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. മിക്കവാറും എല്ലാ ചോദ്യ പേപ്പറിലും ഡയറക്റ്റ് ആയിട്ട് ഡിറൈവ് അല്ലെങ്കിൽ ഇത് ബാങ്കിങ് ഓഫ് റോഡ് ഡിറൈവ് ചെയ്യാൻ തന്നെയാണ് ചോദിക്കാറ്. സോ ഇതിൽ പ്രോപ്പറായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മാനറിൽ ഡിറൈവ് ചെയ്യാൻ അറിയണം. അതുപോലെ തന്നെ ഇതിൽ ഡയഗ്രാമും വൃത്തിയായിട്ട് തന്നെ പഠിച്ചു വരും.
ഡയഗ്രാമും അതുപോലെ തന്നെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നേരിട്ട് തന്നെ കിടക്കാം ബാങ്കിങ് ഓഫ് റോഡ്. സോ ആദ്യം ഞാൻ എന്താണ് ബാങ്കിങ് ഓഫ് റോഡ് എന്ന് ജസ്റ്റ് ഒരു കൺസെപ്റ്റ് പറഞ്ഞുതരാം. അതായത് കുത്തനെയുള്ള തിരിവുകൾ ഉണ്ടല്ലോ, ജസ്റ്റ് ടേണിംഗ്, ആ ടേണിംഗ് പോയിന്റുകളിലെല്ലാം നമുക്കറിയാം സാധാരണ റോഡ് പോലെ ആയിരിക്കില്ല. റോഡിന്റെ ഒരു വശം മറ്റൊരു വശത്തേക്കാളും കുറച്ച് ഉയർന്നിട്ടുണ്ടാവും, ചെറിയൊരു വ്യത്യാസം ഉണ്ടാവും. അതായത് സാധാരണ റോഡ് എന്ന് പറഞ്ഞാൽ നിരപ്പായിരിക്കും, പക്ഷെ ഈ തിരിവുകളിലെല്ലാം റോഡുകളുടെ ഒരു വശം മറ്റൊരു വശത്തിനേക്കാട്ടിലും ഒരു ചെറിയൊരു ഹൈറ്റ് ഉയർന്നിട്ടുണ്ടാവും. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ബാങ്കിങ് ഓഫ് റോഡ് അല്ലെങ്കിൽ റോഡ് ബാങ്കിങ് ചെയ്തിരിക്കുക എന്ന് പറയാം. ജസ്റ്റ് ഞാൻ വരച്ച് കാണിച്ചു തരാം. ഈ പ്രോപ്പറായിട്ട് വരയ്ക്കാൻ കിട്ടില്ല, എന്നാലും ഞാൻ എൻ്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞുതരാം. സോ ഈ ഒരു തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ റോഡ് ഉയർന്നിരിക്കുകയാണെന്ന് വെക്കാം. തീറ്റ എന്ന് പറയുന്ന ആംഗിളിൽ റോഡ് ഉയർന്നിട്ടുണ്ടെന്ന് വെക്കാം. സോ ജസ്റ്റ് നമ്മുടെ ഒരു വാഹനം അല്ലെങ്കിൽ ഒരു കാറാണ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു കാറ് ഇവിടെ പോയിക്കൊണ്ടിരിക്കുകയാണെന്ന് വെക്കാം. സോ ഒരു കാറ് പോയിക്കൊണ്ടിരിക്കുകയാണ്, ഇതാണ് തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഉയർന്നിരിക്കുകയാണ്. ഇത് തിരിവാണ് കേട്ടോ, ഇങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മല പോലെ ഫീൽ ആവും, പക്ഷെ ഇത് തിരിവാണെന്ന് വിചാരിക്കാം. ഒരു സർക്കുലർ ആയിട്ട് ടേണിംഗ് ആണെന്ന് വിചാരിക്കാം. ക്ലിയർ? സോ ഈ പറയുന്ന കാറിന്റെ ഏതൊക്കെ ഫോഴ്സുകളാണ് കാറിൽ നിന്ന് ആക്ട് ചെയ്യുക? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കാറിൽ നിന്ന് ഏതൊക്കെ ഫോഴ്സുകൾ ആക്ട് ചെയ്യാം? ഇതിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യില്ല, വെയിറ്റ് ആക്ടിങ് ഡൗൺവേർഡ്, W = mg. വെയിറ്റ് എന്ന് പറയുന്ന mg എങ്ങോട്ടാണ് ആക്ട് ചെയ്യുക? താഴോട്ടാണ് ആക്ട് ചെയ്യുക. അടുത്തത് എന്താണ്? നോർമൽ. നമുക്കറിയാം, നോർമൽ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. സർഫേസസ് കുറച്ച് ചരിഞ്ഞത് കൊണ്ട് തന്നെ നോർമൽ എങ്ങനെയായിരിക്കും ആക്ട് ചെയ്യുക? ഈ ചരിഞ്ഞിട്ട് തന്നെയാണ് എന്ത് ആക്ട് ചെയ്യുക? നോർമൽ ആക്ട് ചെയ്യുക. നോർമൽ ആക്ടിങ് പെർപെൻഡിക്കുലർ ടു ദ സർഫേസ്. ഈ പറയുന്ന റോഡിന്റെ സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് എന്ത് ആക്ട് ചെയ്യുക? നോർമൽ ആക്ട് ചെയ്യുക. അടുത്തത് നമുക്കറിയാം, ഈ നോർമലിനെ ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യണം കേട്ടോ. വെർട്ടിക്കൽ കമ്പോണന്റും ഹൊറിസോണ്ടൽ കമ്പോണന്റുമായിട്ട് ഞാൻ റിസോൾവ് ചെയ്യണം. നോർമലി ഞാൻ രണ്ടായിട്ട് റിസോൾവ് ചെയ്യാണ്. സോ ഇത് ആംഗിൾ തീറ്റയാണെങ്കിൽ ഇതും എന്തായിരിക്കും? ഇതും തീറ്റയായിരിക്കും. ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ അതും തീറ്റയാണ്. സോ ഇതെന്തായിരിക്കും? അതിന്റെ ഈ വെർട്ടിക്കൽ കമ്പോണന്റ് എന്തായിരിക്കും? n cos തീറ്റ ആയിരിക്കും. വെർട്ടിക്കൽ കമ്പോണന്റ് n cos തീറ്റ ആയിരിക്കും. ഈ ഹൊറിസോണ്ടൽ കമ്പോണന്റ് എന്തായിരിക്കും? n sin തീറ്റ ആയിരിക്കും. ഹൊറിസോണ്ടൽ കമ്പോണന്റ് n sin തീറ്റ. ഇത്ര മാത്രം അറിഞ്ഞാൽ മതി, വൃത്തിയായിട്ട് മനസ്സിലാക്കുക. കാറിന്റെ വെയിറ്റ് അല്ലെങ്കിൽ ആ ഒബ്ജക്റ്റിന്റെ വെയിറ്റ് താഴോട്ട് ആക്ട് ചെയ്യും mg എന്ന് പറഞ്ഞിട്ട്. നോർമല് ആ പറയുന്ന സർഫേസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ആക്ട് ചെയ്യും. സോ നോർമൽ ഇങ്ങനെ ആക്ട് ചെയ്യും, ആംഗിൾ തീറ്റയാണ്. സോ അതിനെ രണ്ടായിട്ട് ഞാൻ റിസോൾവ് ചെയ്തു. മുകളിലത്തെ n cos തീറ്റ, ഈ സൈഡിലുള്ളത് n sin തീറ്റ ആയിട്ട് റിസോൾവ് ചെയ്തു. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാം. ഇനി ഞാൻ ജസ്റ്റ് ഇത് രണ്ടിനെ റിലേറ്റ് ചെയ്യാണ്. നമുക്കറിയാം ഈ പറയുന്ന n cos തീറ്റയും mg ഈക്വൽ ആയിരിക്കും. സോ n cos തീറ്റ = mg എന്ന് എഴുതാം. n cos തീറ്റ = mg എന്ന് എഴുതാം. കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. സോ n cos തീറ്റ = mg. പിന്നെ അടുത്തൊരു കാര്യം ഞാൻ പറയാൻ വന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു സർക്കുലർ മോഷനകത്ത് എന്ത് ഫോഴ്സ് ഉണ്ടാവും? ഡ്രിവൺ ഫോഴ്സ് എന്തായിരിക്കും? ഒരു ബോഡി ഒരു സർക്കുലർ മോഷനിലാണെങ്കിൽ അത് എന്ത് ഫോഴ്സ് ആയിരിക്കും അതിനകത്ത് ആക്ട് ചെയ്യാം? സെൻട്രിപെഡൽ ഫോഴ്സ് ആയിരിക്കും ആക്ട് ചെയ്യാം. സെൻട്രിപെഡൽ ഫോഴ്സ് mv²/r. ഇതാണ് സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. ഒരു ബോഡി ഒരു സർക്കുലർ പാത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ സർക്കുലർ മോഷനിലാണെങ്കിൽ അതിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സെൻട്രിപെഡൽ ഫോഴ്സ് ആയിരിക്കും. സോ സെൻട്രിപെഡൽ ഫോഴ്സും എങ്ങനെയായിരിക്കും? ടുവേർഡ്സ് ദ സെന്റർ തന്നെയായിരിക്കും. അതായത് n sin തീറ്റയുടെ അതേ ഡയറക്ഷനിലായിരിക്കും എന്ത് ആക്ട് ചെയ്യുക? സെൻട്രിപെഡൽ ഫോഴ്സും ആക്ട് ചെയ്യുക. n sin തീറ്റയുടെ അതേ ഡയറക്ഷനിലായിരിക്കും സെൻട്രിപെഡൽ ഫോഴ്സും ആക്ട് ചെയ്യുക. സോ n sin തീറ്റ എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻട്രിപെഡൽ ഫോഴ്സിന് ഈക്വൽ ആയി. സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ എന്താ പറഞ്ഞത്? mv²/r ആണ് സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. mv²/r ആണ് സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ. സോ രണ്ട് ഫോഴ്സുകളുടെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എടുക്കുന്നുണ്ട്, ഡയറക്ഷൻ എടുക്കുന്നില്ല. സോ മാഗ്നിറ്റ്യൂഡ് n cos θ = mg എന്ന് വരും. ഇവിടെ നോക്കുമ്പോൾ n sin θ എന്തിന് ഈക്വൽ ആയിരിക്കും? സെൻട്രിപെഡൽ ഫോഴ്സിന് ഈക്വൽ ആയിരിക്കും. സെൻട്രിപെഡൽ ഫോഴ്സിന്റെ ഇക്വേഷൻ mv²/r ആയിരിക്കും. സോ ഈ രണ്ട് ഇക്വേഷൻ കിട്ടി. ഇതിന് ഇക്വേഷൻ 1 എന്നും ഇതിന് ഇക്വേഷൻ 2 എന്നും കൊടുത്തു. അടുത്ത നമ്മൾ എന്താ ചെയ്യുന്നത്? ഇക്വേഷൻ 2 / ഇക്വേഷൻ 1. രണ്ടാമത്തെ ഇക്വേഷൻ ഡിവൈഡഡ് ബൈ ഒന്നാമത്തെ ഇക്വേഷൻ. സോ ഞാൻ ഈ പറയുന്ന mg ന്റെ ടേം എല്ലാം ഈ സൈഡ് ഇടുകയാണ്. സോ mv²/r ഹോൾ ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ എന്താ വരിക? mg ആണ് വരിക. സോ mg = n sin θ ഡിവൈഡഡ് ബൈ n cos θ എന്ന് വരും. n sin θ ഡിവൈഡഡ് ബൈ n cos θ. ഈ പറയുന്ന mg നെ ഞാൻ മേലോട്ട് എടുക്കാം. സോ mv²/r mg = ഇതെന്ത് വരും? എന്നും എന്നും ക്യാൻസൽ ചെയ്ത് sin θ / cos θ tan θ എന്ന് വരും. sin θ / cos θ എന്ന് വരും, tan θ എന്ന് വരും. ഇതിന് ക്യാൻസൽ ചെയ്യാം, m ഉം നമുക്ക് ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റും. സോ v²/rg = tan θ എന്ന് വരും. v²/rg = tan θ എന്ന് നമുക്ക് കിട്ടും. ഇക്വേഷൻസ് ഞാൻ വായിക്കുകയാണ്. സോ v²/rg = tan θ. ഇതിൽ നിന്ന് നമുക്ക് തീറ്റ കണ്ടുപിടിക്കാമല്ലോ. തീറ്റ എന്ന് പറയുന്ന ആംഗിൾ ഓഫ് ബാങ്കിങ്. ഏത് ആംഗിളിലാണ് ബാങ്കിങ് നടന്നിട്ടുള്ളത്? സോ തീറ്റ ഈക്വൽ എന്ത് വരും? tan = ഇപ്പുറത്ത് വരുമ്പോൾ tan ഇൻവേഴ്സ് ആവും. സോ tan ഇൻവേഴ്സ് ഓഫ് 1/2 tan θ / 1 / 2 tan θ / 2 1/2 tan inverse of 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 1/2
ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി എന്ന് വരും. ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. തേർഡ് ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ്. തീറ്റ ആംഗിൾ ഓഫ് ബാങ്കിങ് ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് ഓഫ് ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ജി. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അടുത്തത് നെക്സ്റ്റ് കണ്ടുപിടിക്കണം, നമുക്ക് വെലോസിറ്റി കണ്ടുപിടിക്കണം. അതായത് മാക്സിമം വെലോസിറ്റി, ഏത് വെലോസിറ്റിയിലാണ് ഈ ബാങ്കിന്റെ റോഡിലൂടെ വാഹനത്തിന് പോകാൻ പറ്റുക. സോ ബി നമുക്ക് കണ്ടുപിടിക്കണം. സോ ബി സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും, ഈ ആർ ജി അങ്ങോട്ട് പോകും. സോ ആർ ജി ടാൻ തീറ്റ എന്ന് വരും. ബി സ്ക്വയർ ഈക്വൽ ടു ആർ ജി ടാൻ തീറ്റ എന്ന് വരും. സോ ബി ഈക്വൽ ടു എന്ത് വരും, ഇവിടെ സ്ക്വയർ കളയാൻ വേണ്ടി നമ്മൾ എന്തെടുക്കും, റൂട്ട് എടുക്കും. സോ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് വരും. റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ എന്ന് വരും. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത് ഇക്വേഷൻ നമ്പർ 4 ആണ്. സോ ഇത്രയേ ഉള്ളൂ ബാങ്കിങ് ഓഫ് റോഡിന്റെ റെഗുലർ. പരീക്ഷകളിൽ പൊതുവെ ഇതുവരെ എഴുതി നിങ്ങൾക്ക് മാർക്ക് കിട്ടും. ചില കണ്ടീഷനിൽ ഫ്രിക്ഷൻ കൂടി അതിൽ കൺസിഡർ ചെയ്യാൻ പറ്റും. ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യാന്ന് പറഞ്ഞിട്ട് അവർ ചോദിക്കും. ചില കണ്ടീഷനിൽ, റെയർ ആയിട്ടുള്ള കണ്ടീഷനിൽ ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്ന പോലെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറയും. സാധാരണഗതിയിൽ ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു വെച്ച് ചോദിച്ചാൽ ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ വരെ ഡിറൈവ് ചെയ്താൽ മതി. നമുക്ക് ഈ പറയുന്ന കണ്ടീഷനിൽ ഫ്രിക്ഷൻ കൂടി ഇൻവോൾവ് ചെയ്തിട്ട് ഡിറൈവ് ചെയ്യാൻ പറഞ്ഞു വെച്ചാൽ നമുക്ക് അത് കൂടി എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യേണ്ടി വരും. നമുക്ക് ഇനി ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്തിട്ടുള്ള നെക്സ്റ്റ് ഇതിന്റെ കുറച്ചുകൂടി അപ്ഗ്രേഡ് ആയിട്ടുള്ള ഡെറിവേഷൻ നമുക്ക് നോക്കാം. നെക്സ്റ്റ് നമ്മൾ അതേ ബാങ്കിങ്ങിന്റെ ഡെറിവേഷനകത്ത് ഫ്രിക്ഷൻ കൂടി വരുന്ന സമയത്തുള്ള ഡെറിവേഷൻ ആണ് നെക്സ്റ്റ് നോക്കാം. ഇത് കുറച്ചുകൂടി കമ്പാരിറ്റീവ്ലി കോംപ്ലിക്കേറ്റഡ് ആണ്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പിൽ തന്നെ വൃത്തിയായിട്ട് പഠിക്കുക. ഇവിടെ നമ്മൾ ഇൻ അഡീഷൻ ടു ദാറ്റ് ഇവിടെ നമുക്ക് ഫ്രിക്ഷൻ കൂടി വരുന്നു. എഫ് എന്ന് പറയുന്ന ഫ്രിക്ഷൻ കൂടി ഇതിനകത്ത് ആക്ട് ആവുകയാണെന്ന് വയ്ക്കാം. സോ ഫ്രിക്ഷൻ ആക്ട് ആവുന്ന സമയത്ത് ഇതിൽ ഏത് രീതിയിലാണ് മാറ്റം വരിക നോക്കാം. സോ ഫ്രിക്ഷനെ തന്നെ ഞാൻ ഇതിനകത്ത് 2 കമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നത്. സോ ഇത് തീറ്റയാണെന്ന് വയ്ക്കാം. സോ ഇത് എന്ത് വരും, എഫ് കോസ് തീറ്റ എന്ന് വരും. ഇത് എഫ് സൈൻ തീറ്റ എന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കാം. ഫ്രിക്ഷൻ കൂടി കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫ്രിക്ഷനെ 2 കമ്പോണന്റ് ആയി സ്പ്ലിറ്റ് ചെയ്തു. ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ഇത് എഫ് കോസ് തീറ്റ, ഇത് എഫ് സൈൻ തീറ്റ. ഈ 2 കമ്പോണൻസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഇതാണ് ഡയഗ്രാം. വേറെ ഒരു മാറ്റമില്ല. ഫ്രിക്ഷൻ കൂടി നമ്മൾ റിസോൾവ് ചെയ്തെടുക്കുക. ഇപ്പൊ നമ്മൾ മുൻപിലത്തെ പോലെ നമുക്ക് സാധാരണഗതിയിൽ എഴുതാൻ പറ്റില്ല, ചെറിയ മാറ്റങ്ങളുണ്ട്. അതായത് നമ്മൾ മുൻപ് എഴുതിയിരിക്കുന്നത് എം ജി ഈക്വൽ ടു നമ്മൾ എഴുതിയിരിക്കുന്നത് എൻ കോസ് തീറ്റ മാത്രമായിരുന്നു അല്ലെ. എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ ആയിരുന്നു. പക്ഷെ ഇവിടെ അപ്വേർഡ് ഫോഴ്സസ് ഏതൊക്കെയാണ് വന്നത്, അപ്വേർഡ് ഫോഴ്സസ് എൻ കോസ് തീറ്റ മാത്രമേ ഉള്ളൂ. പക്ഷെ ഡൗൺവേർഡ് ഫോഴ്സസ് നോക്കുന്ന സമയത്ത് നോക്കൂ, എഫ് സൈൻ തീറ്റയും ഉണ്ട്, എം ജി ഉണ്ട്. ഈ 2 ഫോഴ്സുകൾ താഴോട്ടാണ്. അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പഠിച്ചു തരാം. 2 ഫോഴ്സുകൾ ഇങ്ങനെ താഴോട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് എഫ് സൈൻ തീറ്റയും ഇവിടെ എം ജിയും ഉണ്ട്. മുകളിലോട്ട് ആക്ട് ചെയ്യുന്നത് എൻ കോസ് തീറ്റയാണ് ആക്ട് ചെയ്യുന്നത്. ക്ലിയർ? സോ ഈ പറയുന്ന 3 ഫോഴ്സസിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. സോ ഈ ഇക്വേഷൻ അല്ല, ഇതിനൊന്ന് മാറ്റിയിട്ട് നമുക്ക് എഴുതണം. അതായത് അപ്വേർഡ് ഫോഴ്സ് എന്ന് പറയുന്നത് എൻ കോസ് തീറ്റയാണ് ഈക്വൽ ടു എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ ആണ്. എം ജി പ്ലസ് എഫ് സൈൻ തീറ്റ. ക്ലിയർ അല്ലേ? അതായത് അപ്വേർഡ് ഫോഴ്സ് ഈക്വൽ ടു ഡൗൺവേർഡ് ഫോഴ്സ്. ഡൗൺവേർഡ് ഫോഴ്സ് എം ജി ഉണ്ട്, എഫ് സൈൻ തീറ്റ ഉണ്ട്. സോ അതിനനുസരിച്ച് ഞാൻ മാറ്റി എഴുതി. സോ എം ജിനെ മാത്രം ഞാൻ ഒരു സൈഡ് നിർത്തുകയാണ്. എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് എഫ് സൈൻ തീറ്റ എന്നാണ്. എൻ ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ. എൻ കോസ് തീറ്റ ഉണ്ട്. ഈ എഫ് സൈൻ തീറ്റ ഈക്വൽ ടു ഈ സൈഡ് പോകുമ്പോൾ മൈനസ് ആവും. സോ മൈനസ് എഫ് സൈൻ തീറ്റ എന്നാവും. ഇത് നമ്മുടെ ഇക്വേഷൻ 1. ഇത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് മനസ്സിലാക്കി. ഫൈൻ. അടുത്ത രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ഈ പറയുന്ന 2 റിസോൾവ് ചെയ്യാണ്. സോ മുൻപിൽ നമ്മൾ എടുത്തത് എം വി സ്ക്വയർ ബൈ ആർ സെൻട്രിപെഡൽ ഫോഴ്സ്. എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സെൻട്രിപെഡൽ ഫോഴ്സ്. ഇവിടെ ഏതിനൊക്കെയാണ് ഈക്വൽ ആയിരിക്കുക, എൻ സൈൻ തീറ്റയുണ്ട് ഈ ഡയറക്ഷനിൽ, എഫ് കോസ് തീറ്റയുണ്ട്. സോ എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. എൻ സൈൻ തീറ്റ പ്ലസ് എഫ് കോസ് തീറ്റ. ഇത് നമ്മുടെ ഇക്വേഷൻ നമ്പർ 2. ഇക്വേഷൻ നമ്പർ ക്ലിയർ അല്ലേ? 2 ഇക്വേഷൻ വൃത്തിയായിട്ടാണ് മനസ്സിലാക്കിയിരിക്കുക. അടുത്തത് ഫ്രിക്ഷൻ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് മ്യൂ എൻ ആയിരുന്നു. ഫ്രിക്ഷൻ ഈക്വൽ ടു മ്യൂ എൻ എന്ന് പറയുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. ഇവിടെയും നമ്മൾ അതേ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യണം. ഫ്രിക്ഷന് പകരം എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, മ്യൂ എൻ എന്ന രീതിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം കേട്ടോ. സോ എഫിന് പകരം മ്യൂ എൻ കൊടുക്കാം. സോ എം ജി ഈക്വൽ ടു എൻ കോസ് തീറ്റ മൈനസ് മ്യൂ എൻ സൈൻ തീറ്റ. ഒന്നാമത്തെ ഇക്വേഷൻ മാറിയിട്ട് മൂന്നാമത്തെ ഇക്വേഷൻ ആയിരിക്കാം. ഒന്നുമില്ല, എഫിന് പകരം മ്യൂ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് വേറെ വ്യത്യാസമില്ല. സെയിം ഡേ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു എന്തായി മാറും, എൻ സൈൻ തീറ്റ പ്ലസ് എഫിന് പകരം മ്യൂ എൻ കോസ് തീറ്റ എന്നായി മാറി. ഇത് ഇക്വേഷൻ നമ്പർ 4. നാലാമത്തെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇതുവരെ നിങ്ങൾക്ക് വൃത്തിയായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്തത് ഈ മൂന്നാമത്തെ ഇക്വേഷനിൽ എൻ ഞാൻ കോമൺലി പുറത്തെടുക്കുകയാണ്. അപ്പൊ ഇനി നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് 3rd ഇക്വേഷൻ ആണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. സോ അതിൽ നിന്ന് n കോമൺ ആയിട്ട് പുറത്തെടുക്കുകയാണ്. സോ എം ജി ഈക്വൽ ടു n പുറത്തെടുത്ത ബാക്കി എന്താ ഉള്ളത്, കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ഇതാണ് n പുറത്തെടുത്താ ഉള്ളത്. സോ n ഈക്വൽ ടു എന്ത് വരും, n ഈക്വൽ ടു എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ്
mu sin theta എന്ന് വരും. ക്ലിയർ? n equal to mg divided by cos theta minus mu sin theta എന്ന് വരും. ഇതിന് നമുക്ക് ഇക്വേഷൻ നമ്പർ 5 എന്ന് പറയും. ഇതിനെ ഇക്വേഷൻ നമ്പർ 5. ക്ലിയർ അല്ലേ? മൂന്നാമത്തെ ഇക്വേഷനിലാണ് ഞാൻ n കോമൺലി പുറത്തെടുത്തിരിക്കുന്നത് കേട്ടോ. ദെൻ ഈ മൂന്നത്തെ ഇക്വേഷൻസ് എല്ലാം മാറ്റി കളയാണ്. ഇനി ആയ കുറച്ച് വളരെ സിമ്പിൾ ആയ കുറച്ച് സ്റ്റെപ്പുകൾ മാത്രമേ നമുക്ക് ബാക്കിയുള്ളൂ. അതായത് നമ്മൾ ഈ പറയുന്ന അഞ്ചാമത്തെ ഇക്വേഷൻ എടുത്തിട്ട് ഞാൻ നാലാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അഞ്ചാമത്തെ ഇക്വേഷൻ എടുത്ത് നാലാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ അതിന് വേണ്ടിയിട്ട് നാലാമത്തെ ഇക്വേഷനും ഞാൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യണം. നാലാമത്തെ ഇക്വേഷൻ ഒന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അതായത് എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു n കോമൺലി പുറത്തെടുക്കുകയാണ്. സോ n എടുത്തു കഴിഞ്ഞാൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ എന്നാണ്. സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ എന്നാണ്. n പുറത്തെടുത്ത് കഴിഞ്ഞാൽ വെച്ചാൽ സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ എന്നാവും. ഇത് ഇക്വേഷൻ നമ്പർ 6. ഇക്വേഷൻ നമ്പർ 6 എന്ന് കിട്ടി. അടുത്തത് അഞ്ചാമത്തെ ഇക്വേഷനിലുള്ള n എടുത്തിട്ട് ഈ പറയുന്ന ആറാമത്തെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 5 in 6. സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ഇക്വേഷൻ 5 in 6 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാലോ. അപ്പോൾ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു എന്നിന് പകരം എന്ത് കൊടുക്കാം? എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ഇത് എം ആണ്, മ്യൂ ആയിട്ട് കൺഫ്യൂഷൻ ആവരുത്. എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ. ഇനി ബാക്കിയുള്ള ടേംസ് എഴുതണമല്ലോ. ബാക്കിയുള്ള ടേംസ് എഴുതണം. അതായത് സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ, സൈൻ തീറ്റ പ്ലസ് മ്യൂ കോസ് തീറ്റ. ക്ലിയർ? സോ ഈ രീതിയിൽ നമ്മൾ ഇക്വേഷനെ മാറ്റി എഴുതി. ഈ എം ജി ഡിവൈഡഡ് ബൈ കോസ് തീറ്റ മൈനസ് മ്യൂ സൈൻ തീറ്റ എന്ന് പറയുന്നത് n ആണ്. ഈ ഇക്വേഷനാണ് ഞാൻ n-ന് പകരം എടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഒരു വ്യത്യാസമില്ല. ഫൈൻ. ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്ത സ്റ്റെപ്പിനടുത്ത് ഇനി എന്താണ് ചെയ്യുക? ഇപ്പൊ തന്നെ ഓൾമോസ്റ്റ് കുറെ കോംപ്ലിക്കേറ്റഡ് ആയെന്ന് വിചാരിക്കുന്നു. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസിനെയും നമ്മൾ കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകണം. റൈറ്റ് സൈഡിലുള്ള എല്ലാ ടേംസിനെയും എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യാൻ പോകണം? കോസ് തീറ്റ ഉപയോഗിച്ച് ഡിവൈഡ് ചെയ്യാണ്. സോ ഡിവൈഡിങ് കോസ് തീറ്റ. റൈറ്റ് സൈഡിലുള്ളതിനെയാണ് കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്യുന്നത്. ചെറിയൊരു എന്താ പറയുക മോഡിഫിക്കേഷൻ വരുത്താൻ വേണ്ടിയിട്ടാണ്, റീഅറേഞ്ച്മെന്റ് ആണ്. സോ എം വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു കോസ് തീറ്റ വെച്ച് ഡിവൈഡ് ചെയ്ത് എന്ത് വരും? എം ജി അവിടെ നിൽക്കട്ടെ. So sin theta divided by cos theta plus mu cos theta divided by cos theta whole divided by താഴെ cos theta divided by cos theta minus mu sin theta divided by cos theta. Clear? So ഈ രീതിയിൽ നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. So mv square divided by r equal to ഇതിൽ എന്താണ്? sin theta by cos theta എന്താണ്? tan theta ആണ്. So mg into tan theta plus cos theta cancel ചെയ്ത് ബാക്കി എന്താ? mu ആണ്. സോ tan theta plus mu whole divided by ഇവിടെ cos theta പോയ 1 minus cos theta tan theta sin theta cos theta പോയി വെച്ചാൽ tan theta ആണ് കേട്ടോ. സോ mu tan theta കുറെ തീറ്റകൾ ഉണ്ട്. സോ അതുകൊണ്ട് കൺഫ്യൂഷൻ ആവരുത്. സോ ന്യൂമറേറ്ററിൽ ഉള്ളത് mg tan theta plus mu, താഴെ 1 minus mu tan theta, 1 minus mu tan theta. ഓൾമോസ്റ്റ് കഴിയാറായി. ഇത് ഏഴാമത്തെ ഇക്വേഷൻ ആയിട്ട് കൊടുക്കാം. ദെൻ ഇനി നമുക്ക് കുറച്ച് റീഅറേഞ്ച്മെന്റ് മാത്രമേ ഉള്ളൂ. കഴിയാറായി. പരീക്ഷയ്ക്ക് വന്നാൽ ഇതൊരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്കിന്റെ ചോദ്യമാണ്. സോ അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ ആ രീതിയിൽ തന്നെ പഠിക്കാം. ക്ലിയർ? ഇവിടെയും എം ഉണ്ട്, ഇവിടെയും എം ഉണ്ട്. അപ്പൊ എമ്മും എമ്മും ഞാൻ സിംപ്ലി കട്ട് ചെയ്ത് കളഞ്ഞു. സോ വി സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ ഈക്വൽ ടു ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് mu tan theta, 1 minus mu tan theta. മ്യൂവും എമ്മും കൺഫ്യൂസ് ചെയ്യരുത്. മ്യൂ ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്, എം ഇങ്ങനെയാണ് ഇട്ടിരിക്കുന്നത്. കൺഫ്യൂസ് ചെയ്യരുത് കേട്ടോ. സോ വി സ്ക്വയർ ഡിവൈഡ് ബൈ ആർ ഈക്വൽ ടു ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. ക്ലിയർ? സോ ഇതിൽ നിന്ന് വി സ്ക്വയർ മാത്രം ഞാൻ ഇവിടെ നിർത്തി. വി സ്ക്വയർ ഈക്വൽ ആർ അങ്ങോട്ട് പോയി. സോ ആർ ജി ഇൻറ്റു ടാൻ തീറ്റ പ്ലസ് മ്യൂ ഹോൾ ഡിവൈഡ് ബൈ 1 മൈനസ് മ്യൂ ടാൻ തീറ്റ, 1 മൈനസ് മ്യൂ ടാൻ തീറ്റ. ക്ലിയർ? നമുക്ക് ആവശ്യം വി സ്ക്വയർ അല്ല, വി ആണ് ആവശ്യം. വി ആണ് നമുക്ക് ആവശ്യം, അല്ലെങ്കിൽ വി മാക്സിമം എന്ന് പറയും. മാക്സിമം വെലോസിറ്റി. സോ വി മാക്സിമം എന്ന് ഞാൻ ഡിനോട്ട് ചെയ്യാണ്. വിനെ വി മാക്സിമം വെലോസിറ്റി എന്ന് ഡിനോട്ട് ചെയ്യാണ് കേട്ടോ. ഈക്വൽ ടു അപ്പൊ എന്ത് വരും? ഈ സൈഡ് സ്ക്വയർ വരും. സ്ക്വയർ റൂട്ട് ഓഫ് ആർ ജി ടാൻ തീറ്റ പ്ലസ് മ്യൂ ഹോൾ ഡിവൈഡഡ് ബൈ 1 minus mu tan theta plus mu whole divided by 1 minus mu tan theta. So ഇതാണ് നമ്മുടെ മാക്സിമം വെലോസിറ്റി. ഈ പറയുന്ന ബാങ്കിയുടെ റോഡിൽ ഫ്രിക്ഷൻ കൺസിഡർ ചെയ്യുന്ന സമയത്തുള്ള മാക്സിമം വെലോസിറ്റി ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പരീക്ഷകൾ ഇത് ബേസ് ചെയ്ത് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ പ്രോപ്പർ ആയിട്ട് തന്നെ പഠിക്കാം.